യാതൊരു കഴിവും ജിന്നിനില്ല, യാതൊരു കഴിവും ജിന്നിനില്ല. അങ്ങനെയാണെങ്കിൽ യാതൊരു കഴിവും ജിന്നിനില്ല എന്നാണ് ഈ ആളുകൾ പറയുന്നതെങ്കിൽ ചില ചോദ്യങ്ങൾക്ക് ഇവർ മറുപടി പറയേണ്ടതല്ലേ? ഒന്നാമത്തെ ചോദ്യം എന്താ? ഒന്നാമത്തെ ചോദ്യം, ജിന്നിന് യാതൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ കഴിവില്ല എന്നതാണ് ഇവരുടെ വാദമെങ്കിൽ അതാണല്ലോ പറഞ്ഞത് പരപ്പനങ്ങാടിയിൽ. പരപ്പനങ്ങാടിയിൽ അതാണല്ലോ പറഞ്ഞത്. ഇനി അതല്ല വാദമെങ്കിൽ തിരുത്തി പറയണം. യാതൊരു എന്നത് ശരിയല്ല, ചില കഴിവൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് എന്നാണെങ്കിൽ തിരുത്തി പറയുക. ഇവിടെ പറഞ്ഞത് യാതൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ കഴിയില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് തേടിയാൽ ശിർക്കാവില്ല എന്ന വിസ്ഡം വിഭാഗത്തിന്റെ വാദത്തിന്റെ അവസ്ഥ എന്താ? ഒന്നാമത്തെ ചോദ്യം, ഈ ഒറ്റ വാദം വെച്ചുകൊണ്ട്, ഈ ഒരൊറ്റ തഫ്സീർ വെച്ചുകൊണ്ട്, വേറെ ഒരു കുറേ തഫ്സീർ ഞാൻ വായിച്ചിട്ടുണ്ട്, അതിനൊന്നും കായക്കൊടി മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ്. വായിച്ചൊന്നിന്റെ തന്നെ കോല ഇതാ, മറുപടി പറഞ്ഞ ഒന്നിന്റെ കോല ഇതാണ്. ബാക്കി ഓരോന്നും വായിച്ചു തരാം. ഈ വായിച്ചത് എവിടെ എത്തും നോക്കിയാ നമ്മള്, ഇതെവിടെ എത്തും? യാതൊരു കഴിവുമില്ല എന്നാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ ഈ വാദത്തിന്റെ അവസ്ഥ എന്ത്? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് തേടിയാൽ ശിർക്കാവില്ല എന്ന നിങ്ങളുടെ വാദത്തെയും ത്വബരിയിൽ നിന്ന് നിങ്ങൾ ഉദ്ധരിച്ച ഭാഗത്തെയും എങ്ങനെയാണ് രണ്ടും ഒന്നിച്ച് ന്യായീകരിക്കുക? കാരണം തഫ്സീറിൽ പറയുന്നത് എന്താ? തഫ്സീറിൽ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ മലിക് സൽഫി പറഞ്ഞത് യാതൊരു കഴിവുമില്ല എന്നാണ്. എന്നാൽ ഇവര് പറയുന്നതോ അങ്ങനെയല്ല, കഴിവിൽപ്പെട്ടത് തേടിയാൽ ശിർക്കാവില്ല. ഇതിനെ രണ്ടിനെയും എങ്ങനെയാണ് ന്യായീകരിക്കുക? മൂന്നാമത്തെ ചോദ്യം, ജിന്നിന് യാതൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ കഴിവില്ല എന്നതാണ്. ആ വാദമാണല്ലോ പറഞ്ഞത്. നിങ്ങളത് ആവർത്തിച്ച് കേട്ടു. അതാണെങ്കിൽ ജിന്ന് മനുഷ്യനെ പിഴപ്പിക്കുമെന്ന ഇസ്ലാമിന്റെ നിലപാടിനോട് വിസ്ഡം വിഭാഗത്തിന്റെ പ്രതികരണം എന്താണ്? കാരണം അല്ലാഹ് പറഞ്ഞാണല്ലോ പിഴപ്പിക്കും. ഇവര് പറയാ ജിന്നിന് യാതൊരു കഴിവുമില്ല. ഇതാ നമ്മൾ പറഞ്ഞത് അഖലാനിയത്തിലേക്കാ പോക്ക്, അഖലാനിയത്തിലേക്കാ പോക്ക്. ഒരു തഫ്സീർ വായിച്ചിട്ട് അതിന് അർത്ഥം പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. അതാണ് നിങ്ങളുടെ വാദമെങ്കിൽ ജിന്നിന് യാതൊരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല, യാതൊരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല എന്നാണ് വാദമെങ്കിൽ അള്ളാഹു പറയുന്നു ജിന്ന് മനുഷ്യനെ പിഴപ്പിക്കും. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് വിശദീകരിക്കണം. നാലാമത്തെ ചോദ്യം, യാതൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ സാധിക്കുകയില്ല എന്ന ജിന്നുകളുടെ പ്രഖ്യാപനം അവരോട് തേടുന്ന വിഷയത്തിൽ മാത്രാണോ? അവരോട് തേടുന്ന വിഷയത്തിൽ ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയില്ല, ബാക്കിയുള്ള ഉപദ്രവ ഉപകാരം ചെയ്യാൻ കഴിയും എന്നാണോ? ആണെങ്കിൽ അത് പറയണം, ആണെങ്കിൽ അതൊന്ന് വിശദീകരിക്കണം നിങ്ങൾ. അഞ്ചാമത്തെ ചോദ്യം, യാതൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ കഴിവില്ല എന്ന് ജിന്നുകൾ പറഞ്ഞത് മരുഭൂമിയിൽ മാത്രം ബാധകമാണോ? കാരണം മരുഭൂമിയിൽ നിന്ന് തേടിയപ്പോഴാണല്ലോ ഇത് പറഞ്ഞത്, മക്കയിലുള്ള മരുഭൂമിയിൽ നിന്ന് തേടിയപ്പോഴാണല്ലോ ഇത് പറഞ്ഞത്. ആ തേടിയത് മരുഭൂമിയിലെ ജിന്നുകൾക്ക് മാത്രം ബാധകമാണോ? കാരണം നിങ്ങൾ തന്നെ പറയുന്നത് എന്താ? നിങ്ങൾ പറയുന്നത് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നടക്കുമ്പോ ഒരാള് ജിന്നിനോട് വെളിച്ചം തേടിയാൽ ശിർക്കല്ല എന്നാണ്. അതേപോലെ പുഴയിൽ വീണു പോകുന്ന ഒരാൾ ജിന്നുണ്ടെന്ന് വിചാരിച്ച് തേടിയാൽ ശിർക്കല്ല എന്നാണ്. ഇവിടെ പറയുന്നു യാതൊരു ഉപകാരോപദ്രവവും ചെയ്യാൻ കഴിയില്ല. ഈ കഴിവ് അവർക്കില്ലാത്തത് മരുഭൂമിയിൽ മാത്രാണോ? അതല്ലാത്ത വിജനപ്രദേശത്തും അതേപോലെ പുഴക്കരയിലുമുള്ള ജിന്നുകൾ പ്രതിസന്ധിയിൽപ്പെട്ടവരുടെ തേട്ടം കേൾക്കാനും സഹായിക്കാനും കഴിവുള്ളവരാണോ? കാരണം കഴിവുപെട്ടേ ചോദിച്ചാൽ ശിർക്കല്ല എന്നാണ്. നമ്മൾ പറഞ്ഞു അങ്ങനെ ഒരു കഴിവില്ല, അങ്ങനെ ഒരു കഴിവ് നമ്മളുടെ പ്രാർത്ഥനകൾ കേട്ട് നമ്മളുടെ തേട്ടങ്ങൾ കേട്ട് സഹായിക്കാനുള്ള കഴിവില്ല എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തുദ്ധരിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം പരപ്പനങ്ങാടിയിൽ നടത്തിയ പ്രസംഗത്തിൽ ഞാൻ തഫ്സീർ ത്വബരിയിൽ നിന്ന് ഈ ഭാഗം വായിക്കുക തന്നെ ചെയ്തു. എന്ത്? ഖുൽ യാ മുഹമ്മദ്, നബിയെ പറയുക, ലിമുശ്രികി ഖൗമിക്, നിന്റെ സമൂഹത്തിലെ മുശ്രിക്കുകളോട് പറയുക, അല്ലദീന യഅ്ബുദൂന മിൻ ദൂനില്ലാഹി മിൻ ഖൽഖിഹി,
അള്ളാഹിന്റെ സൃഷ്ടികളെ ആരാധിക്കുന്നവരുണ്ടല്ലോ, അവരോട് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ, അവരെ വിളിച്ച് തേടുന്നവരുണ്ടല്ലോ, അവരോട് പറ എന്ത്? ഉദൂ അയ്യുഹൽ ഖൗം, ജനങ്ങളെ നിങ്ങൾ വിളിച്ചു തേടുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. ആരോട്? അല്ലദീന സഅംതും അന്നഹും അർബാബുൻ വാലിഹ മിൻ ദൂനിഹി, അള്ളാഹ്ക്ക് പുറമെ ഇലാഹുകളാണ്, റബ്ബുകളാണ് എന്നൊക്കെ നിങ്ങൾ വാദിക്കുന്നവരുണ്ടല്ലോ, അവരോട് നിങ്ങൾ പറയുക എന്ത്? നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ നിങ്ങൾ വിളിച്ചു തേടുക. ഫഇന്നഹും ലാ യഖ്ദിറൂന അലാ ദാലിക്, നിങ്ങളുടെ ഈ തേട്ടത്തിന് ഉത്തരം ചെയ്യാൻ അവർക്ക് കഴിവില്ല. നിങ്ങളുടെ ഈ തേട്ടത്തിന് ഉത്തരം ചെയ്യാൻ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ അവർക്ക് കഴിയില്ല. വലാ യംലികൂനഹു, അതിനുള്ള ഉടമാവകാശം അവർക്കില്ല. വഇന്നമാ യംലികുഹു വയഖ്ദിറു അലൈഹി ഖാലിഖുകും വഖാലിഖുഹും, നിങ്ങളുടെയും അവരുടെയും സൃഷ്ടാവായ റബ്ബിനെ അതിന് കഴിയൂ. ഇത് ഈ വിഷയം തുടങ്ങിയത് മുതൽ മുജാഹിദികളോട് വായിക്കുന്ന തഫ്സീറാ. കഴിയില്ല, ഈ ജിന്നുകൾക്ക് നമ്മളുടെ പ്രാർത്ഥന കേൾക്കാൻ, ഉത്തരം ചെയ്യാൻ കഴിവില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവര് പറഞ്ഞതോ കഴിവിൽപ്പെട്ടത് തേടിയാ ശിർക്കാവൂല. എന്നിട്ടാണ് ഇപ്പൊ പറയുന്നത് യാതൊരു കഴിവും ഇല്ല. ആറാമത്തെ ചോദ്യം, ഈ ജിന്നുകൾ അവിടെ ഹാജറുള്ളവരല്ലെങ്കിൽ ഈ തേടിയവരോട് ജിന്നുകൾ പ്രതികരിച്ചതെങ്ങനെ? ഇവര് പറയണെന്താ? ഹയ്യായ ജിന്നല്ല, ഹാലിറായ ജിന്നല്ല, ഖാദിറായ ജിന്നല്ല, അതുകൊണ്ടാ ശിർക്കായതെന്നാണല്ലോ. ഹയ്യായ ജിന്നല്ലെങ്കിൽ ഇവിടെ എന്താ പറഞ്ഞത്? തൊബരിയുടെ തഫ്സീർ വായിച്ചുകൊണ്ട് എന്താ ഇവിടെ വിശദീകരിച്ചത്? ജിന്നുകൾ പറയും എന്ത്? ഫതഖൂലുൽ ജിന്നു, ജിന്നുകൾ പറയും മാ നംലികു ലക്കും വലാ ലിഅൻഫുസിനാ ദർറൻ വലാ നഫ്ആ, ഒരു ഉപകാരവും ചെയ്യാൻ, ഒരു ഉപദ്രവവും ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അപ്പൊ ഹയ്യല്ലാത്ത ഹാലിറല്ലാത്ത ജിന്നുകൾ ഇത് കേട്ടതെങ്ങനെയാ? ആ ജിന്നുകൾ പ്രതികരിച്ചതെങ്ങനെയാ? മറുപടി പറയണ്ടേ? വിസ്ഡം വിഭാഗം മറുപടി പറയണ്ടേ? എങ്ങനെയാണ് ഈ ജിന്നുകൾ പ്രതികരിച്ചത് വിശദീകരിക്കണ്ടേ? അതേപോലെ ഈ പ്രസംഗത്തിൽ ശൈഖ് ഉസൈമീന്റെ ഉദ്ധരണി വായിക്കുന്നുണ്ട്. നമ്മളുടെ ചോദ്യം, ഈ ജിന്നുകൾ ഹാലിറും ഖാദിറുമല്ല എന്ന ശൈഖ് ഉസൈമീന്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കഴിവില്ല എന്ന് ഈ ജിന്നുകൾ പറഞ്ഞതെങ്ങനെയാ? ഹയ്യു ഹാലിറു അല്ലെങ്കിൽ പറഞ്ഞതെങ്ങനെയാ? വിശദീകരിക്കണ്ടേ ഈ ആളുകൾ? നോക്കൂ, നമ്മൾ ദുർവ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞപ്പോ ഈ ആയത്ത് നിങ്ങൾ ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്തത് എന്ന് നമ്മൾ വിശദീകരിച്ചപ്പോ അതല്ല, ഞങ്ങൾ ദുർവ്യാഖ്യാനിച്ചിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വാദമൊക്കെ ഇവിടെ എടുത്തുദ്ധരിച്ചത്. എന്നാൽ ആ വാദങ്ങൾ മുഴുവൻ പാപ്പരാകുന്ന തഫ്സീറാണ് ഇവിടെ വായിച്ചത് എന്ന് ഇത് കേട്ട എല്ലാവർക്കും മനസ്സിലാകും. കാരണം അടിസ്ഥാന വാദം തന്നെ തകർന്നുപോയി.